أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الإخوان والأخوات، أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ويوم يعض الظالم على يديه يقول يا ليتني اتخذت مع الرسول سبيلا يا ويلتى ليتني لم اتخذ فلانا خليلا لقد أضلني عن الذكر بعد إذ جاءني وكان الشيطان للإنسان خذولا. ബഹുമാനികളായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലെമ്പാടും പാലിക്കുവാനും ജീവിതം ക്രമപ്പെടുത്തുവാനും എന്നോടും നിങ്ങളോടും ആദ്യമായി വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇരുലോക വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി റബ്ബ് നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് നമ്മുടെ പ്രിയപ്പെട്ടവരെ അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പരിശുദ്ധ റമളാൻ വിട പറഞ്ഞ സന്ദർഭമാണ്. ശവ്വാൽ മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയിൽ അല്ലാഹുവിൻ്റെ അനുഗ്രഹത്തോടെ നമ്മൾ ഒത്തുചേർന്നിരിക്കുന്നു. വീണ്ടും തിരക്കുകളിലേക്ക് നമ്മൾ പോകുന്നു. റമളാൻ നമ്മളിൽ നേടിയെടുത്ത കുറേ മാറ്റങ്ങളുണ്ട്. നമ്മളറിയാതെ നമ്മളിൽ ചെലുത്തിയ ശാരീരിക, മാനസിക, വ്യവഹാരങ്ങളിലുള്ള ചില പരിവർത്തനങ്ങളുണ്ട്. അത് നിലനിർത്തുക എന്നുള്ളതാണ് ഇനിയുള്ള ജീവിതവുമായിട്ട് ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്നത്. എപ്പോഴും അള്ളാഹുവോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയും നമ്മളോട് പ്രാർത്ഥിക്കാൻ പറയുകയും ചെയ്ത ഒരു ദുആയുണ്ട്. അല്ലാഹുമ്മ ഹസ്സിൻ ഖുലുഖി, അല്ലാഹ് എൻ്റെ സ്വഭാവം നന്നാക്കണം, എനിക്ക് നല്ല സ്വഭാവം തരണം. ഇന്ന് നമ്മൾ പതറിയതവിടെയാണ്, നമ്മൾ പാളിയതവിടെയാണ്, നമ്മൾ തകർന്നതവിടെയാണ്. നല്ല സ്വഭാവം എന്ന് പറയുന്നത് ഒരു സൗഭാഗ്യമാണ്. പെരുമാറ്റ മര്യാദകളെക്കുറിച്ച് ഖുർആനിൽ ഒരുപാട് ആയത്തുകൾ വന്നിട്ടുണ്ട്. നമസ്കാരത്തെക്കുറിച്ചും നോമ്പിനെക്കുറിച്ചും പോലും പറയാത്ത അത്ര വൈവിധ്യമാർന്ന തലങ്ങളിൽ അത് അവതരിപ്പിച്ചിട്ടുണ്ട്. ലുഖ്മാൻ മകനെ ഉപദേശിച്ചപ്പോഴടക്കം പറഞ്ഞു, മോനെ, നിന്റെ സംസാരത്തിൽ നീ മിതത്വം പാലിക്കുക, നടത്തത്തിൽ മിതത്വം, ശബ്ദം കുറക്കുക, ആളുകളോട് നീ നിന്റെ മുഖം തിരിച്ചു കളയരുത്, മുഖം കോട്ടരുത്, നീ അള്ളാഹുവിൽ പങ്കു ചേർക്കരുത്. ബാപ്പങ്ങനെ ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട് മകനെ. ഖുർആൻ ഒരു അധ്യായമായിട്ടത് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് സ്വഭാവം നന്നാക്കണേ. റസൂലുള്ളാഹിന്റെ ദുആ തൊട്ടടുത്ത് പറഞ്ഞ വാക്ക് കമാ ഹസ്സൻത ഖൽഖീ, എന്റെ സൃഷ്ടിപ്പ് നീ നന്നാക്കിയ പോലെ എന്റെ സ്വഭാവം നീ നന്നാക്കണമേ. എത്ര സൗഭാഗ്യവാന്മാരാണ് നമ്മൾ. സൃഷ്ടിപ്പിൽ എന്തൊരു സൗന്ദര്യമാണ്. ലോകത്ത് വൈകല്യമുള്ള എത്ര ആളുകളുണ്ടല്ലോ. മിണ്ടാൻ വയ്യാത്ത ആളുകളില്ലേ ലോകത്ത്, കാണാനാവാത്ത ആളുകളില്ലേ, ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്ത ആളുകളില്ലേ, പരീക്ഷിക്കപ്പെട്ട ഒരുപാട് ആളുകളില്ലേ, മാരകമായ രോഗങ്ങളാൽ തളർന്നു കിടക്കുന്ന ഒരുപാട് ആളുകളില്ലേ. നമ്മളെപ്പോലെ ഓടി നടന്നവർ, നമ്മളെപ്പോലെ സ്വപ്നം കണ്ടവർ, നടത്തത്തിനും മോട്ടത്തിനുമിടയിൽ പെട്ടെന്നവർ ഇരുന്നു പോയി, പെട്ടെന്നവർ വീണുപോയി. അവർ കടത്തം കിടക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ അത് നോക്കുമ്പോ പ്രിയപ്പെട്ടവരുടെ നെഞ്ചു പടയുന്നുണ്ട്. ആകാശത്തിന് ചുവട്ടിൽ
കോണുകളുണ്ട്, അവിടെയൊക്കെ പാറിപ്പറന്ന് നടന്ന് ഒരു മനുഷ്യൻ തളർന്ന് തരിപ്പണമായി അങ്ങനെ കിടക്കുക. പരീക്ഷണം പോലെ, പാഠമാണ്. അതുകൊണ്ട് സൃഷ്ടിപ്പ് നന്നാക്കിയ പോലെ എൻ്റെ സ്വഭാവം നീ നന്നാക്കണമേ എന്ന ഒരു ദുആ പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തുന്നു. സ്വഭാവ രൂപീകരണത്തിൽ കുടുംബത്തിൽ സ്വാധീനമുണ്ടാകാം, സമൂഹത്തിൽ സ്വാധീനമുണ്ടാകാം. അതിലപ്പുറം സൗഹൃദത്തിന് വലിയ സ്വാധീനമുണ്ട്, കൂട്ടുകെട്ടിന് വലിയ സ്വാധീനമുണ്ട് നമ്മുടെ സ്വഭാവത്തിൽ. ഒരു കുട്ടിയുടെ സ്വഭാവം രൂപാന്തരപ്പെടുന്നത് സത്യത്തിൽ അവന്റെ സൗഹൃദ വലയങ്ങളിൽ നിന്നാണ്. അരുതായ്മകൾ ആദ്യമായിട്ട് അവൻ കേൾക്കുന്നത് സൗഹൃദത്തിൽ നിന്നാണ്, കുടുംബത്തിൽ നിന്നല്ല. ഏതോ ഒരു സൗഹൃദം, ആ സൗഹൃദത്തിൽ അരുതായ്മകൾ അവൻ പഠിക്കും, കാണും, ചിലപ്പോൾ അനുഭവിക്കും, ചിലപ്പോൾ അത് ശീലമാക്കും. പിന്നെ ആ ശീലത്തിൽ നിന്ന് അത് പിടിച്ചു നിർത്താൻ കഴിയാതെ വരും. അവിടെയാണ് വലിയ പാഠമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നല്ല സൗഹൃദം ഉണ്ടാകണം, നല്ല കൂട്ടുകെട്ടുണ്ടാകണം. അബൂ താലിബിന്റെ കഥ പറഞ്ഞത് അങ്ങനെയാണ്. എന്തോ ഒരു നല്ല മനുഷ്യൻ, ഒരു ജനത മുഴുവൻ റസൂലുള്ളാഹിനെ ആക്രമിക്കാൻ വന്നപ്പോ ഉരുക്കി ഭിത്തി പോലെ തടുത്തു നിർത്തിയ മനുഷ്യൻ. നബി എപ്പോഴും ഓർക്കുന്ന ഒരു മനുഷ്യനാണ് അബൂ താലിബ്. ജീവിതത്തിന്റെ സുഗന്ധമാണ് അബൂ താലിബ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം. ഖദീജ റളിയല്ലാഹു അൻഹയുടെ മരണത്തിന്റെ തൊട്ടുടനെ മരണം സംഭവിച്ചു അബൂ താലിബിന്റെ. ആ രണ്ട് മരണങ്ങളും നബി ദുഃഖം എന്ന് പറയുമായിരുന്നു. അതിനുശേഷമാണ് മക്കായിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിഷമങ്ങളുടെ ഒന്നാകെ പ്രയാസങ്ങൾ ഒന്നിച്ച് ഒഴുകി വന്നത്. അതാ അബൂ താലിബ് നബിയുടെ കൂടെ നിൽക്കാൻ ഉണ്ടായിരുന്നു, പക്ഷേ വിശ്വാസത്തിന് മാത്രം കൂടെ ഉണ്ടായില്ല. നബി പറയും, അബൂ താലിബിന് തോന്നും എനിക്ക് വിശ്വസിക്കാൻ തോന്നി, പക്ഷെ അബൂ താലിബിന്റെ സൗഹൃദം അത് തകർത്ത് കളഞ്ഞു. അബൂ ജഹൽ അത് തകർത്ത് കളഞ്ഞു, നാട്ടിലെ പ്രമാണിമാരത് തകർത്ത് കളഞ്ഞു. അബൂ താലിബ് മാനക്കേടുണ്ടാക്കരുത്, ഞങ്ങളെ അപമാനിക്കരുത്. മരിക്കുന്ന നേരത്തെ പ്രവാചകൻ കാല് പിടിച്ചു പറഞ്ഞിട്ടുണ്ട്, ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹൂ. പ്രിയപ്പെട്ട മുത്താപ്പ, ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലൂ, നിങ്ങൾ പരലോകത്ത് വിജയിക്കും. ചുണ്ടളകുമോ എന്ന് സംശയം തോന്നി, ഓടി വന്നു അവിടുത്തെ പ്രമാണിമാർ. അബൂ താലിബ്, ഞങ്ങളെ മാനം കെടുത്തരുത്. അവസാനം അവർക്ക് വേണ്ടി മൗനിയായി ആ മനുഷ്യൻ കടന്നു കൊടുത്തു. ആ മനുഷ്യൻ ലോകത്തോട് ഇവിടെ പറഞ്ഞു. നബിക്ക് വല്ലാത്ത ദുഃഖമുണ്ടായിരുന്നു. ഖുർആൻ ആയത്ത് വന്നു നബിയുടെ വിഷാദം കണ്ടിട്ട്, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ. നബിയെ, നിങ്ങൾ വിചാരിക്കുന്നവരെ ഹിദായത്തിലാക്കാൻ, നേർമാർഗത്തിലാക്കാൻ നിങ്ങളെ കൊണ്ടാവില്ല, അത് അല്ലാഹു കൊടുക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ട് ആയത്തങ്ങട് വന്നു. വലിയ പാടേണ്ടതില്. അബൂ താലിബ് തകർന്നത് എവിടെ? അബൂ താലിബിന്റെ സൗഹൃദമാണ്. അതുകൊണ്ട് സൗഹൃദം നന്നാക്കണം. നല്ല സദസ്സുകളിലെ നിങ്ങൾ പങ്കെടുക്കാവൂ. വഇദാ റഅയ്തല്ലദീന യഖൂലൂന ഫീ ആയാതിനാ ഫഅറിദ് അൻഹും. നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ അവമതിക്കുന്ന ആളുകളെ നീ കണ്ടാൽ അവരിൽ നിന്ന് നീ തിരിഞ്ഞു കളയണം പ്രവാചകരെ. അള്ളാന്റെ ദൃഷ്ടാന്തങ്ങളെ അവമതിക്കുന്നവർ, മോശമായ സദസ്സുകൾ, അതിന്ന് മാറി നിൽക്കണമെന്ന. പിശാച് നിന്നെ അങ്ങോട്ട് ആകർഷിക്കും. നിനക്ക് ബോധം വരുമ്പോ നീ തിരിച്ചു വരണം. ആയത്തുകളിൽ അത് വിശദമായിട്ട് പറയുന്നുണ്ട്. ചീത്ത സദസ്സുകൾ ചിലപ്പോ നമുക്ക് തോന്നും നമ്മൾ നിയന്ത്രിക്കാം, ഞാൻ കുഴപ്പമൊന്നും ഉണ്ടാക്കൂല, ഞാൻ അവിടെ ഇരുന്നോളാം. സാധിക്കില്ല. ഏതോ ഒരു നിമിഷം നമ്മളെ തലച്ചോറ് മാറി മറിയും. പറയാൻ പറ്റില്ല. മദ്യപിക്കുന്ന സദസ്സുകളിൽ നിങ്ങൾ ഇരിക്കരുത് എന്ന് വിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനം അതാ പഠിപ്പിക്കുന്നത്. അറിയാതെ ഇളകിപ്പോകും. ചിലപ്പോ ഞാൻ മദ്യപിക്കൂല, ഞാൻ വെറുതെ ഇരിക്കുക, എൻ്റെ ബിസിനസ് പാർട്ട്ണർമാരൊക്കെ മദ്യപിക്കും, ഞാൻ വെറുതെ ഇരിക്കും. സാധിക്കില്ല. ചിലപ്പോ ഏതോ ഒരു പ്രേരണയാൽ ചുണ്ടത്ത് ഹറാമിന്റെ നജസിന്റെ പാനീയം വന്നാൽ അത് നരകത്തിന്റെ തുടക്കമാവും ചിലപ്പോ എന്ന് അറിഞ്ഞാലും ഇല്ലെങ്കിലും അതിന്റെ ഗൗരവം അത്രയാണ്. അതുകൊണ്ടാണ് നല്ല സദസ്സിലെ നിങ്ങൾ ഇരിക്കാവൂ. നല്ല സദസ്സുകളിൽ അള്ളാഹുവിന്റെ പ്രത്യേകമായ സയ്യാഹീൻ എന്ന പേരുള്ള ഒരു പ്രത്യേകതരം മലക്കുകൾ അവർ നല്ല സദസ്സുകളിൽ ഇങ്ങനെ ചുറ്റി നടക്കുകയാണ്. നിങ്ങളെക്കുറിച്ച് റബ്ബിന്റെ അടുത്ത് പോയിട്ട് വിവരം പറഞ്ഞു കൊടുക്കുന്നു അവർ.
ജുമഅക്ക് ആ കൂട്ടത്തിലല്ലേ വരുന്നത്. അതുകൊണ്ടാണ് ജുമഅക്ക് ആദ്യം വരുന്നയാൾക്ക് ഒട്ടകത്തിന്റെ പ്രതിഫലം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഘട്ടം ഘട്ടമായിട്ട് ഓരോ സ്റ്റെപ്പ് പറഞ്ഞു. ഒട്ടകം, പിന്നെ ആട്, കോഴി, അങ്ങനൊക്കെ ഉദാഹരണങ്ങൾ അങ്ങനെ ഹദീസുകളിൽ ഇങ്ങനെ പറഞ്ഞു പോകുന്നത് കാണാം. ആദ്യം വരണമെന്ന അല്ലെ, നമുക്ക് എത്ര സാധിക്കും? എന്നും വൈകി വരുന്നവന്റെ കഥ എന്താ? മെഹ്റാബ് മിമ്പറിലേക്ക് ഖതീബ് കയറുന്നതോടുകൂടി റുഫിഅൽ ഖലം, പേന ഉയർത്തപ്പെടുന്നു എന്ന് പറയുന്നു. അപ്പോഴോ എന്നും വൈകി വരുന്നവന് ഈ പേര് പോലും അവന്റെ അള്ളാഹിന്റെ റിക്കാർഡിൽ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? എത്ര ദൗർഭാഗ്യവാനായിരിക്കും അവൻ. അതാണ് ഇതൊക്കെ കൂട്ടിച്ചേർത്ത് അങ്ങനെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെയാണ് മലക്കുകൾ വരുന്നു, മലക്കുകൾ രേഖപ്പെടുത്തുന്നു, വിജ്ഞാനത്തിന്റെ സദസ്സുകളിൽ മലക്കുകൾ ഉണ്ടാകുന്നു, അവർക്ക് സംരക്ഷണം ഒരുക്കുന്നു എന്നൊക്കെ അനേകം ഹദീസുകളിൽ കാണാം. നല്ല സദസ്സുകളിൽ നിങ്ങളുടെ സാന്നിധ്യം, നല്ല സൗഹൃദത്തിന്റെ സാന്നിധ്യം. സൗഹൃദം വല്ലാത്തൊരു വാക്കാ. റഫീഖ് എന്ന് സൗഹൃദത്തിന് പറയും. അറബിയില് പര്യായ പദങ്ങൾ പരതുമ്പോ ഒരുപാട് പര്യായ പദങ്ങൾ കാണാൻ സൗഹൃദത്തിന്. ഷരീക്ക് എന്ന് പറയും, സ്വദീഖ് എന്ന് പറയും, അനീസ് എന്ന് പറയും. അങ്ങനെ ഒരുപാട് പദങ്ങൾ. സ്വാഹിബ് സൗഹൃദത്തിന് പറയും. ഖുർആൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പ്രവാചകന്റെ കൂട്ടുകാരനെന്ന് ഉപയോഗിച്ച പദം സ്വാഹിബ് എന്നാണ്. ഒരുപാട് വാക്ക്. കാരണം അത് ജീവിതത്തിന് അത്യന്താപേക്ഷിതമാണ് സൗഹൃദം. അത് നല്ല സൗഹൃദമാക്കണമെന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ദീനും നമ്മളോട് നിഷ്കർഷിച്ചത്. അല്ലെങ്കിൽ പാളിപ്പോകൂലേ മനുഷ്യൻ? വലീദ് ഇബ്നു മുഗീറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സന്ദർശിച്ചു. നല്ലൊരു മനുഷ്യൻ, അവിടുത്തെ ഖുറൈശികൾക്കിടയിൽ അന്നത്തെ വലിയ പേരുള്ള ഒരു മനുഷ്യൻ. അയാൾ നിഷ്കളങ്കനാണ്. നബിയുടെ അടുത്ത് വന്നു. പ്രവാചകൻ അദ്ദേഹത്തിന് ഖുർആൻ ഓതി കൊടുത്തു. ഖുർആൻ കേട്ടപ്പോൾ അദ്ദേഹത്തിന് മനസ്സിളകി. അദ്ദേഹം പറഞ്ഞു, എനിക്കൊരുപാട് സാഹിത്യം അറിയാം, എനിക്കൊരുപാട് കവിത അറിയാം, പക്ഷേ ഈ മനുഷ്യൻ പറഞ്ഞതുപോലെ ഒന്ന് ആ സാഹിത്യത്തിലോ കവിതയിലോ ഇല്ല. അതുകൊണ്ട് ഇത് ദൈവികമാണ്, അദ്ദേഹം വിശ്വസിക്കണമെന്ന് തീരുമാനിച്ചു. അതാണ് ഇതിന് പ്രത്യേകത. വിശ്വസിക്കണമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു. ഷഹാദത്ത് ചെല്ലാൻ പ്ലാൻ ഇടുകയാണ്. എന്തായാലും ഒന്നുകൂടി ആലോചിക്കട്ടെ എന്ന് കരുതി അവിടുന്ന് ഇറങ്ങി. ഹിദായത്ത് അള്ള കൊടുക്കുന്നതാണ്, അത് കിട്ടാത്തതുകൊണ്ടായിരിക്കാം അവിടുന്ന് ഇറങ്ങി. ആ നേരത്തെ നബിയോട് അദ്ദേഹം പറഞ്ഞു, പ്രവാചകരെ നിങ്ങൾ പറഞ്ഞ ഈ വാക്കുണ്ടല്ലോ, ഇത് വല്ലാത്ത വാക്കാണ്, ഇതേറെ ആകർഷണീയമാണ്, ഇതൊരു കവിക്ക് കഴിയില്ല, ഇതൊരു സാഹിത്യകാരന് കഴിയില്ല. ഖുർആൻ കേട്ടിട്ട് മനസ്സിളകിയതാണ്. പക്ഷേ സൗഹൃദ് അബൂജഹല, അവന്റെ സ്വാധീനം കൂടുതലാണെന്ന് അദ്ദേഹത്തിന്. പ്രമാണിമാരെടുത്ത് വന്നപ്പോൾ അവരൊക്കെ കൂടി അദ്ദേഹത്തെ പരിഹസിച്ചു. പരിഹസിച്ച മറ്റൊരു തരത്തിലും അല്ല, ഖുറൈശികളെല്ലാവരും നിനക്കൊരു പിരിവിടുന്നുണ്ട്, നിനക്ക് പണം സ്വരൂപിച്ചു കൊണ്ടിരിക്കുകയാണ്, കുറച്ച് പണം കൂടി എനിക്ക് തരാൻ പോവുകയാണ്, നീ അതിനല്ലേ മുഹമ്മദിന്റെ അടുത്ത് പോയത്. അത് അദ്ദേഹത്തിന് മാനസികമായിട്ട് അദ്ദേഹത്തെ തളർത്തി കളഞ്ഞു. കാരണം അതീവ സമ്പന്നനാണ് അദ്ദേഹം. അത്രയും വലിയ സമ്പന്നനായ അദ്ദേഹത്തിന് പിരിവിടുക എന്ന് പറയുമ്പോൾ അന്നത്തെ അറബികളെ സംബന്ധിച്ചിടത്തോളം അത് വല്ലാത്ത മാനസിക ഷോക്കാണ്. അങ്ങനെ അദ്ദേഹം കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് അദ്ദേഹം മാറിക്കളിച്ചു. എന്നാ വേണ്ട എന്ന് തീരുമാനിച്ചു. ഖുർആൻ അതിനെക്കുറിച്ച് എത്ര ആയത്തുകളാണ് പറയുന്നത്. സൂറത്ത് മുദ്ദസ്സിർ പരതുമ്പോ ഏകദേശം ഒരു 10-20 ആയത്തുകൾ, 10-16 ആയത്തുകൾ ഈ ഒരു മനുഷ്യനെ പറ്റിയാ പറയുന്നത്. അത്ഭുതമല്ലേ? സൗഹൃദം ഉണ്ടാക്കുന്ന വിന അത് ചെറുതല്ലല്ലോ. വജഅൽതു ലഹു മാലം മംദൂദാ, വിശാലമായിട്ട് സമ്പത്ത് കൊടുത്തില്ലേ നാം അവന്. അല്ലാഹ് പറയാ വബനീന ശുഹൂദാ, കാണാൻ പോന്ന മക്കളെ കൊടുത്തില്ലേ. എന്റെ വ്യാഖ്യാനമായി അത്ഭുതം തോന്നും. 14 ആൺമക്കളും 3 പെൺമക്കളും. അത് അന്നത്തെ അറബികൾക്ക് വലിയൊരു സംഭവമാണ്, അഭിമാനമാണ്. 14 ആൺമക്കളും 3 പെൺമക്കളും. ചില തഫ്സീറുകളിൽ കാണാം വലീദ് ഇബ്നു മുഗീറയും മക്കൾ ഒന്നിച്ചങ്ങോട്ട് ഇറങ്ങും മക്കായില്. ഇവിടെ തെരുവില് ആളുകൾ ഭയപ്പാടോടുകൂടിയും ആദരവോടുകൂടിയും അവരെ നോക്കി നിൽക്കും എന്നാണ്. 14 മക്കളുടെ ബാപ്പയായിട്ട് അദ്ദേഹം ഇങ്ങനെ വരും. അതാണ് വലീദ് ഇബ്നു മുഗീറ. കാലത്തിന്റെ ഒരു അത്ഭുതം നോക്കണം. ഇതിലെ 3 പേർ, ഈ മക്കളിലെ 3 പേർ പിൽക്കാലത്ത് സഹാബി വര്യന്മാരായി. അതിൽപ്പെട്ട ഒരു മഹാമനുഷ്യനാണ് ഖാലിദ് ബിൻ അൽ വലീദ് റളിയല്ലാഹു അൻഹു. പക്ഷെ വലീദ് ഇബ്നു മുഗീറക്ക് ആ ഭാഗ്യം ഉണ്ടായില്ല. അള്ളാഹു അദ്ദേഹത്തെ ശപിച്ചു.
ഇന്നഹു ഫക്കറ വഖദ്ദറ ഫഖുതില കൈഫ ഖദ്ദറ. അവൻ ചിന്തിച്ചു, എന്നിട്ട് അവൻ ഒരു കണക്ക് കണക്കാക്കി. അവൻ നശിച്ചു പോകട്ടെ, എന്ത് കണക്കാണ് അവൻ കണക്കാക്കിയത്? അല്ലാഹു വലീദ് ഇബ്നു മുഗീറയെ കുറിച്ച് പറയുന്നു. പാടുണ്ട് നമുക്കതിൽ. നമ്മളൊരു നല്ല കാര്യത്തിലെത്തി, നല്ല തീരുമാനത്തിലെത്തി ഒക്കെയാണ്. പക്ഷെ നമ്മുടെ ഒരു സൗഹൃദത്തിന്റെ ചീത്ത വലയത്തിലേക്ക് പോകുമ്പോ, നമ്മൾ നശിച്ചു പോകുമ്പോ വലിയ അപകടം ചെയ്യില്ലേ? പുണ്യപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മനോഹരമായ ഉപമകൾ പറഞ്ഞിട്ടുണ്ട് ഈ വിഷയം ഏർപ്പെടുത്തുന്നത്. സുന്ദരമായ ഉപമകൾ, മനോഹരമായ ഉപമ. ഖുർആനിന്റെ ഉപമ അത്ഭുതകരമാണ്. ചിലപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപമയും അത്യത്ഭുതകരമാണ്. ആ ഉപമയിൽ കാണാൻ കഴിയും മസലുൽ ജലീസ് അസ്സൂ, ചീത്ത കൂട്ടുകെട്ടിന്റെ ഉദാഹരണം. കഹാമിലിൽ മിസ്കി, ഒരു സുഗന്ധം വിൽപ്പനക്കാരനെ പോലെ. സുഗന്ധം ഒരാൾ ഇങ്ങനെ വിൽക്കുകയാണ്, അവിടെ നിങ്ങൾ ഒരാൾ പോയി നിന്നു. നിങ്ങളത് വാങ്ങിയാൽ നിങ്ങൾക്കതിൻ്റെ മണം കിട്ടും, ഉപയോഗിച്ചാൽ. ഇനി നിങ്ങളത് വാങ്ങിയില്ലെങ്കിലോ അപ്പോഴും നിങ്ങൾക്ക് സുഗന്ധം കിട്ടും, മനോഹരമായ സുഗന്ധം. സുഗന്ധപ്പോഴും നബിയുടെ വികാരമാണ്. എനിക്ക് ഇഷ്ടമാണ് ഹുബ്ബിബത്തു ഇലയ്യ അത്വീബ്, എനിക്ക് സുഗന്ധം ഇഷ്ടമാണ്. വഹുബ്ബിബത്തു ഇലയ്യ അന്നിസാ, എനിക്ക് എൻ്റെ സഹധർമ്മിണിമാരോടും ഇഷ്ടമാണ്. റസൂലുള്ളാഹി പറയുമായിരുന്ന വാക്കാണ്. അതുകൊണ്ടാ പറയുന്നത് സുഗന്ധദ്രവ്യം സുഗന്ധ വിൽപ്പനക്കാരനെ പോലെയാണ് ഒരു നല്ല കൂട്ടുകാരൻ. അവിടെ നീ പോയി നിന്നാൽ തന്നെ നിനക്കൊരു ഗുണം ഉണ്ടാവും, വാങ്ങിയില്ലെങ്കിലും നിനക്ക് സുഗന്ധം അനുഭവിക്കാം. ഇനി ചീത്ത കൂട്ടുകെട്ടിന്റെ ഉപമ റസൂലുള്ളാഹി പറയാ, വനാഫിഹുൽ കീർ, ഒരു 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 കൊല്ലപ്പണി നടത്തുന്ന, ആലയിൽ ഊതുന്ന ഒരു കൊല്ലപ്പണിക്കാരന്റെ അടുത്ത് നീ പോയി നിൽക്കുന്നു. തജിദ റീഹൻ മുൻതിന, ദുർഗന്ധമുള്ള മണം നിനക്കവിടെ അനുഭവപ്പെടും, ദുർഗന്ധം വരും. ഇനി അത് മാത്രമല്ല, അൻ യഹ്രിക സിയാബക, ചിലപ്പോ തീയൊക്കെ പാളി നിന്റെ വസ്ത്രം തന്നെ കത്തിപ്പോകും. അവർക്ക് മനസ്സിലാകുന്ന അന്നത്തെ മനോഹരമായ ഒരു ഉപമയാണത്. അതാണ് ചീത്ത കൂട്ടുകെട്ടിന്റെ ഉപമ. അതുകൊണ്ട് നല്ല കൂട്ടുകെട്ട്, അത് സുഗന്ധ വിൽപ്പനക്കാരന് സമീപത്ത് നീ പോയി നിൽക്കുന്ന പോലെ. ഖുർആനിലെ ഓതി വെച്ച ഖുർആനിലെ ആയത്ത് പറയുന്ന സംഭവം അതാണ്. അക്രമി കൈകടിച്ചു പോകുന്ന ദിവസമാണ്. യഖൂലു, അവൻ പറയും, യാ ലൈതനി ഇത്തഖൽതു മഅർ റസൂലി സബീലാ, ഈ അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂടെ ഒരു മാർഗം ഞാൻ സ്വീകരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, ഈ ദീന് പുൽകിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. യാ വൈലത്താ ലൈതനീ ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ, പടച്ചവനെ, ഞാൻ അവനെ കൂട്ടുകാരനായി സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ആ ഒരു കൂട്ടുകെട്ടാണ് എന്നെ അങ്ങനെ ആക്കിയത്. പരലോകത്തൊരു മനുഷ്യൻ വിലാപം പറയുന്ന, കൈകടിച്ചു പറയുമെന്നാണ്. അക്രമി കൈകടിച്ചു പറയും, നബിയുടെ മാർഗം ഞാൻ സ്വീകരിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു, അവനെ ഞാൻ കൂട്ടുകാരനായി സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ലഖദ് അളല്ലനീ അനിർ ദിക്ർ, ഈ ഉത്ബോധനൊക്കെ കിട്ടി, എന്നിട്ടും എന്നെ വഴിപിഴപ്പിച്ചതവനാണ്. ബഅദ ഇദ് ജാഅനി, ഈ ദിക്ർ എന്റെ ഉള്ളിൽ വന്നതിന് ശേഷവും എന്നെ വഴിപിഴപ്പിച്ചതവനാണ്. വകാന ശൈത്വാനു ലിൽ ഇൻസാനി ഖദൂലാ, പിശാച് മനുഷ്യനെ കൈവിടുന്നവനാണ്. പെടുത്തുക എന്നുള്ളതേ പിശാചിന്റെ ഉള്ളു. പിന്നെന്തായിക്കോട്ടെ, നമ്മളങ്ങോട്ടുണ്ടോ ഈ പെടുത്തും, അത്രേ ഉള്ളൂ. പിന്നെന്തും ആവാം. അള്ളാഹുവിന്റെ ഖുർആൻ മനോഹരമായിട്ട് നമുക്ക് ഉപമ പറഞ്ഞു തരിക. അതുകൊണ്ട് സൗഹൃദ വലയം സൂക്ഷിക്കുക എന്നുള്ള ഇന്നത്തെ എല്ലാ തിന്മകളുടെയും പിന്നിൽ അതാണ്. ഏതോ ഒരു സൗഹൃദം, അത് എത്തിപ്പെടുന്ന അപകടം, ആഴം, പിന്നെ തിരിച്ചു പോരാൻ കഴിയാത്ത വിധം അധർമ്മത്തിൽ മുങ്ങിത്താഴുന്ന ദുരവസ്ഥ ഒന്ന് കാണുകയാണ്. ചെറുപ്പക്കാർക്ക് മാത്രമല്ല, അത് മൊത്തം കാണാതെ, ചെറുതായാലും വലുതായാലും ഒക്കെ അങ്ങനെയാണ്. സൗഹൃദം വളരെ പ്രധാനമാണ്. പള്ളിയിലൊക്കെ ആദ്യം വരിക എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞു. അതിന് നേരെ ഒരു വിപരീതം പറഞ്ഞു, അങ്ങാടിയിൽ നിങ്ങൾ അവസാനം ചെല്ലുന്ന ഒരാളാകണം. അങ്ങാടിയിൽ ആദ്യം ചെന്നിട്ട്
അവസാനം തിരിച്ചു പോരുന്ന ഒരാളായിട്ട് നിങ്ങൾ മാറരുത്. അന്നത്തെ ഒരു രീതിയാണ് അത് പറഞ്ഞത്. പള്ളിയാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം, അങ്ങാടിയാണ് പിശാചിനിഷ്ടം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഒരാവശ്യമല്ലാതെ ചില ആളുകളുണ്ടല്ലേ, സമയമായാലും വിട്ടു പോകില്ല, അങ്ങാടി തന്നെ. ആ ഒരു സ്വഭാവം നല്ല സ്വഭാവമല്ല. ഒരു സമയമായാൽ വീട്ടിൽ പോകണം. പ്രത്യേകിച്ച് മഗ്‌രിബ് കഴിഞ്ഞാൽ അല്ലെ ഇശ കഴിഞ്ഞാൽ പെരേക്ക് പോകണം. അതൊരു മുഅ്മിനിന്റെ സ്വഭാവമായി മാറണം. അപ്പോഴും ഓൻ അവിടെ തന്നെ, ഓൻ്റെ ഡയലോഗും കുറച്ച് ആൾക്കാരുമായിട്ട് അങ്ങനെ ഇരിക്കുന്ന ഒരു സ്വഭാവം, എന്ത് പേര് പറഞ്ഞാലും അത് മോശമായ പ്രവണതയാണ്. അതുകൊണ്ടാണ് റസൂൽ പറഞ്ഞത്, അങ്ങാടിയിൽ ആദ്യമെത്തുന്നവൻ നീ ആകരുത്, അവിടെ നിന്ന് അവസാനം പോരുന്നവനും നീ ആകരുത്. അതിനും വലിയ പാഠമുണ്ട്. അതുകൊണ്ട് സൗഹൃദം മനുഷ്യന്റെ നന്മയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു, അവന്റെ പരലോകവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അൽ മർഉ അലാ ദീനി ഖലീലിഹി, ഒരു മനുഷ്യൻ അവന്റെ സുഹൃത്തിന്റെ ആദർശത്തിലാണ്, സുഹൃത്തിന്റെ മതത്തിലാണ്. അത്ര വലിയ സ്വാധീനം ചെലുത്തും. ഉമ്മാക്കും വാപ്പാക്കും ചെലുത്താൻ കഴിയാത്ത സ്വാധീനം സുഹൃത്ത് ചെലുത്തും. സുഹൃത്ത് പറഞ്ഞത് അവൻ കേൾക്കുള്ളൂ, ഉമ്മയും വാപ്പയും പറഞ്ഞത് കേട്ടോളണമെന്നില്ല. ചില കാലങ്ങളും മനുഷ്യ ജീവിതത്തിൽ അങ്ങനെ ആയിരിക്കണം. അതുകൊണ്ട് അത് നന്നാക്കുക എന്ന വിശുദ്ധ വചനം, ഈ റമളാനിൽ നമ്മൾ നേടിയെടുത്ത നന്മകളുടെ അംശം നിലനിർത്താൻ, ആണാകട്ടെ പെണ്ണാകട്ടെ, നല്ല സൗഹൃദങ്ങൾ അത് നിലനിർത്തുക. മഹ്ശറിൽ തണല് കിട്ടുന്ന 7 വിഭാഗം ആളുകളെ പറഞ്ഞപ്പോഴും പറഞ്ഞത് നല്ല സൗഹൃദം. അവർ അല്ലാഹുവിന് വേണ്ടി ഇഷ്ടപ്പെട്ടവരാണ്, അവർക്ക് അല്ലാഹു തണല് കൊടുക്കും എന്ന് പ്രത്യേകമായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറയുന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ട് നല്ല സൗഹൃദം, നല്ല കൂട്ടുകെട്ട്, നല്ല സ്വഭാവം, നല്ല സംസ്കാരം അത് നൽകി അല്ലാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ് ഇബാദല്ലാഹ്. ബഹുമാന്യ സഹോദരീ സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ ഭീതിയുടെ നിഴലിൽ നിൽക്കുന്ന ഒരു പ്രത്യേക സാഹചര്യം രൂപാന്തരപ്പെട്ടു വരുന്നുണ്ട്. കാലങ്ങളായിട്ട്, തലമുറകളായിട്ട് ഒരു പുണ്യം എന്ന നിലയിൽ നമ്മുടെ ആളുകൾ, പ്രത്യേകിച്ച് നമ്മളെക്കാൾ നമ്മുടെ പൂർവികർ, മരിച്ചുപോയാൽ ജാരിയായ ഒരു സ്വതക്ക എന്ന നിലയിൽ ദാനധർമ്മം ചെയ്ത ഒരുപാട് സ്വത്തുക്കളുണ്ട് രാജ്യത്തെ മൊത്തം കണക്കെടുക്കുമ്പോൾ. അതൊരു വലിയ സ്വത്താണ് എന്ന് കണക്കെടുത്തിട്ട് പുതിയ ആളുകൾ പഠിച്ചപ്പോൾ അതിൽ കൈവെക്കാനുള്ള പുതിയ നയങ്ങളും തന്ത്രങ്ങളുമൊക്കെ രൂപാന്തരപ്പെടുന്ന ഒരു ദുഃഖകരമായ സാഹചര്യം നാട്ടിൽ, അതിൻ്റെ ബില്ലുകളൊക്കെ പാസ്സായി വന്നു തുടങ്ങി. അതേത് രൂപത്തിൽ നമ്മളെ പിടിക്കും, ഏത് രൂപത്തിൽ എത്തുമെന്നൊന്നും അറിഞ്ഞുകൂടാ. പക്ഷെ കാവൽ നമുക്ക് റബ്ബാണല്ലോ. നിരന്തര റബ്ബിനോട് തേടുക എന്നുള്ളതും സ്വഭാവ സംസ്കരണങ്ങളും നമ്മുടെ വിശ്വാസ സംസ്കാരവും നന്നാക്കുക എന്നുള്ളത് വളരെ പ്രധാനമായൊരു സംഗതി കൂടിയാണ്. നമ്മളെല്ലാ തോന്നിയാസവും ചെയ്ത് അള്ളാഹിനോട് ദുആ ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല. കഅബ പൊളിക്കാൻ വന്നപ്പോൾ അന്നത്തെ അബ്ദുൽ മുത്തലിബിന്റെ ഒരു നിലപാടുണ്ട്, അത് വല്ലാത്തൊരു നിലപാടാണ്. അവർ ഒട്ടകത്തിനെയാണ് പിടിച്ചു അബ്ദുൽ മുത്തലിബിന്റെ. അത് അബ്ദുൽ മുത്തലിബിനെ പ്രകോപിതനാക്കാൻ വേണ്ടി അബ്രഹത്ത് രാജാവിന്റെ പ്ലാനായിരുന്നു. പക്ഷെ വളരെ നിസ്സാരമായിട്ട് അബ്ദുൽ മുത്തലിബ് ഒരു മറുപടി പറയണ്ടായി, കഅബ പൊളിക്കരുത് കേട്ടോ. അപ്പൊ അബ്രഹത്ത് ചോദിച്ചു, ഒട്ടകത്തിന് അല്ല, എന്റെ ഒട്ടകം എടുത്ത് തരണം കേട്ടോന്നാ. അപ്പൊ അബ്രഹത്ത് ചോദിച്ചു, അല്ല കഅബ പൊളിക്കാനാ ഞങ്ങൾ വന്നത്, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് വർത്താനൊന്നുമില്ല, നിങ്ങളൊരു ഒട്ടകത്തിന്റെ വർത്താനാണല്ലോ നിങ്ങൾക്ക്. അപ്പൊ ഒരു മറുപടി ഉണ്ട്, ഒട്ടകം എൻ്റെതാണ്, എനിക്ക് കൃഷി നടത്തണം, കച്ചവടം നടത്തണം, എടുത്താ. കഅബ അല്ലാഹുവിൻ്റെതാണ്, അതവൻ കാക്കുമെന്നാണ്. ഇത് അള്ളാന്റെ മുതലാണ്, അള്ളാന്റെ മാർഗത്തിൽ അങ്ങോട്ട് കൊടുത്തതാണ്. ചിലപ്പോ പരാജയമാണ് എന്നൊക്കെ നമ്മൾ കരുതിയാലും നമ്മളറിയാത്തൊരു വിജയം ചിലപ്പോൾ അവിടെ ഒളിച്ചിരിക്കുന്നുണ്ടാകും. ഇന്ത്യയിലെ മതേതര കക്ഷികളൊക്കെ ഒന്നിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ഒന്നിച്ചൊരു വിഷയത്തിൽ നിന്നു എന്നുള്ളതും, ചൂടപ്പം പോലെ ഒരു നിയമം പാസ്സായില്ല എന്നുള്ളതും, അത് 2 ദിവസം ചർച്ച ചെയ്യപ്പെട്ടു എന്നുള്ളതൊക്കെ പ്രതീക്ഷയുടെ വക തന്നെയാണ്. പാടെ നിരാശപ്പെടാനും തകരാനും എന്നുള്ളതല്ല, വീണ്ടും നമ്മൾ പ്രതീക്ഷയുടെ തീരത്തേക്ക് പോകാനുള്ള സംഗതി തന്നെയാണ്. പക്ഷേ നമുക്ക് അതിൻ്റെ ഗൗരവം ഉൾക്കൊള്ളാൻ സാധിക്കണം. അതാണ് അതിൻ്റെ പ്രശ്നം. അതുകൊണ്ട് റബ്ബ് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സമുദായത്തിൻ്റെ ഇസ്സത്ത് അല്ലാഹു തആല നിലനിർത്തി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ.
നല്ല സ്വഭാവവും നല്ല സംസ്കാരവും നമുക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ തലമുറക്കൊക്കെ നമ്മുടെ കുടുംബങ്ങൾക്കൊക്കെ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പല ആളുകളും രോഗശയ്യയിൽ കിടക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അള്ളാഹു അവരുടെ രോഗങ്ങൾക്ക് ശിഫ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വിട പറഞ്ഞുപോയ പ്രിയപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. റബ്ബ് അവരുടെ ഖബർ ജീവിതം സ്വർഗതുല്യമാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. മനസ്സിലെ ഹലാലായ ഉദ്ദേശങ്ങൾ അള്ളാഹു തആല നിറവേറ്റി തന്ന് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാത്ത്. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار.